Praise the Lord. परमेश्वर के पवित्र नाम की महिमा हो. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. इस आशीषित सुंदर समय के लिए मैं परमेश्वर को धन्यवाद देता हूँ. പ്രിയ കർത്താവിന്റെ ദാസൻ ദീപുദാസനായി സ്തോത്രം. परमेश्वर के दास पास्टर दीपू के लिए प्रभु का धन्यवाद करता हूँ. പ്രിയ ഷോജയ്ക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. प्रिय भाई शोजो के लिए प्रभु की महिमा करता हूँ. പ്രഭാതത്തിൽ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ എന്റെ വന്ദനത്തെ അറിയിക്കുകയാണ്. और आज सुबह मुझे सुनने वाले हर एक लोगों को प्रभु यीशु मसीह के नाम से मेरा प्रेम वंदना मैं कहता हूँ. അല്പസമയത്തെ വേദചിന്തനത്തിനായി ഒരു വാക്യം വായിക്കാം. कुछ देर के वचन मनादि के लिए एक वचन हम पढ़ेंगे. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 34, 35, 36 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. लूका का सुसमाचार 17वां अध्याय उसका 34, 35 और 36वां पद हम पढ़ेंगे. ഇവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. वहां पर इस प्रकार हम देख सकते हैं. ആ രാത്രി രണ്ടുപേർ കിടക്കമേലായിരിക്കും. ഒരുവനെ കൈക്കൊള്ളും, മറ്റവൻ ഉപേക്ഷിക്കപ്പെടും. രണ്ടുപേർ ഒന്നിച്ചു പിടിച്ചുകൊണ്ടിരിക്കും. ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവൾ ഉപേക്ഷിക്കപ്പെടും. രണ്ടുപേർ വയലിലിരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനോ ഉപേക്ഷിക്കപ്പെടും. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ और लूका के सुसमाचार 17वें अध्याय उसका 34वां और 35, 36वां पद इस प्रकार हम देखते हैं. വ്യത്യസ്തരായ രണ്ട് വ്യക്തികൾക്കുണ്ടാകുന്ന അനുഭവങ്ങളെ കുറിച്ചാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. यहाँ पर अलग अलग दो व्यक्तियों के जीवन में जो घटना घटने जा रही है उसके बारे में यहाँ पर बताया है. രണ്ടുപേർ ഒരുമിച്ച് കിടക്കമേൽ കിടക്കും. यहाँ पर वचन कहता है कि दो लोग एक साथ खाट पर होंगे. ഒരുവനെ കൈക്കൊള്ളും, മറ്റവൻ ഉപേക്ഷിക്കപ്പെടും. मगर एक व्यक्ति को ले लिया जाएगा और दूसरे को छोड़ दिया जाएगा. രണ്ടുപേർ ഒന്നിച്ച് പൊടിച്ചുകൊണ്ടിരിക്കും. दो लोग एक साथ चक्की पीसते होंगे. ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവൾ ഉപേക്ഷിക്കപ്പെടും. एक स्त्री को ले ली जाएगी और दूसरी छोड़ दी जाएगी. രണ്ടുപേർ വയലിലിരിക്കും. दो लोग खेत में होंगे. ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവൾ ഉപേക്ഷിക്കപ്പെടും. एक ले लिया जाएगा और दूसरा छोड़ दिया जाएगा. നാം ഇവിടെ വായിക്കുമ്പോൾ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്നവരെ കുറിച്ചാണ് കാണുന്നത്. यहाँ पर हम जब वचन में पढ़ते हैं तो यीशु मसीह के आगमन में जो उठा लिए जाएंगे उनके बारे में देखते हैं. രണ്ട് വ്യക്തികളിൽ ഒരു വ്യക്തി ദൈവമഹത്വത്തിലേക്ക് പ്രവേശിക്കുകയും देखो, दो व्यक्तियों में एक व्यक्ति परमेश्वर की महिमा में प्रवेश करेंगे ഒരു വ്യക്തി കൈവിടപ്പെട്ടു പോവുകയും ചെയ്യുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. और दूसरा एक व्यक्ति हालेलुया ठुकरा दिया जाएगा या छोड़ दिया जाएगा. उस प्रकार हम वचन में देखते हैं. രണ്ട് വ്യക്തികൾക്കുണ്ടാകുന്ന രണ്ട് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഇവിടെ കാണുന്നത്. दो व्यक्तियों के जीवन में दो अलग अलग प्रकार के अनुभवों को हम देख सकते हैं. ഒരാൾ കൈവിടപ്പെട്ടു പോവുകയും एक व्यक्ति छोड़ दिया जाता है ഒരാൾ ദൈവമഹത്വത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. और दूसरा व्यक्ति परमेश्वर की महिमा में प्रवेश करते हुए हम देख सकते हैं. വേദപുസ്തകത്തിൽ രണ്ട് വ്യക്തികൾക്കുണ്ടാകുന്ന വ്യത്യസ്തമായ അനുഭവങ്ങൾ ഒരുപാട് കാണുവാൻ കഴിയുന്നുണ്ട്. और पवित्र शास्त्र में दो लोगों के जीवन में अलग अलग इस प्रकार की घटनाओं को हम काफी जगहों में देख सकते हैं. ആത്മീയമായിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ നമുക്കത് വ്യത്യസ്തമായി കാണുവാൻ കഴിയുന്നുണ്ട്. आत्मिक आशीषों में भी इस प्रकार हम अलग अलग बातों को देख सकते हैं. ആത്മീയതയിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന രണ്ട് വ്യക്തികളാണ്. और आत्मिक जीवन में हालेलुया जो दिखा सकते हैं इस प्रकार के दो अलग अलग व्यक्ति इस प्रकार हैं. കായിന്റെയും काइन और ഹാബേലിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ काइन और हाबिल के बारे में जो हम वचन में देख सकते हैं. ആദിമ ദമ്പതികളുടെ മക്കളായിരുന്നു കായിനും ഹാബേലും. और सबसे पहले हालेलुया पति पत्नियों का हालेलुया संतानें थी काइन और हाबिल. കായിൻ കൃഷിക്കാരനും ഹാബേൽ ആട്ടിടയനുമായിരുന്നു. काइन किसान और हाबिल जो है वो एक चरवाहा था. ഒരിക്കൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഇരുവരും ദൈവത്തിന് വഴിപാടുകൾ കഴിക്കുവാൻ വേണ്ടി പോയി. बाइबल हमें सिखाती है कि दोनों भाई एक दिन परमेश्वर को बलिदान चढ़ाने के लिए गए. എന്നാൽ ഹാബേലിന്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചു. और हाबिल के जो बलिदान था उसमें परमेश्वर प्रसन्न हुआ. കായിന്റെ വഴിപാടുകൾ ദൈവം പ്രസാദിക്കാതിരുന്നതായി നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നു. और काइन के बलिदानों में परमेश्वर प्रसन्न नहीं हुआ करके परमेश्वर का वचन हमें सिखाता है. ഹാബേൽ തന്റെ ആട്ടിൻകുട്ടിയിൽ ഒന്നിനെ യഹോവയ്ക്ക് വഴിപാടായി കഴിച്ചു. और हाबिल ने एक अपने हालेलुया भेड़ बकरियों में से एक अच्छे मेमने को बलिदान किया. എന്നാൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു ഹാബേലിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു. और बाइबल हमें सिखाती है कि हाबिल और उसके बलिदानों में परमेश्वर प्रसन्न हुए हैं. വഴിപാടുകൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കായിന്റെ മുഖം വാടിയിരുന്നു. और बलिदानों को चढ़ाकर या भेंट चढ़ाकर जब वो लौट रहे थे उस समय काइन का चेहरा उतरा हुआ था. രണ്ട് വ്യക്തികളിൽ ഒരു വ്യക്തിയിൽ ദൈവപ്രസാദമുണ്ടായി. दो व्यक्तियों में एक व्यक्ति पर परमेश्वर का प्रसन्नता प्रकट हुआ. കായിനിൽ ദൈവപ്രസാദമുണ്ടായില്ല. मगर काइन के जीवन में परमेश्वर की प्रसन्नता या आशीष नहीं आई. കായിന്റെ മുഖം വാടിയിരുന്നു. इस वजह से काइन का चेहरा उतर गया. ദൈവം പറയുന്നൊരു വേടുണ്ട്. परमेश्वर इस प्रकार कहते हैं
ഹാബേലിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു. हाबेल और उसके बलिदानों में या भेंटों में परमेश्वर प्रसन्न हुए हैं। ആദ്യം വഴിപാടിൽ പ്രസാദം ഉണ്ടാകണമെങ്കിൽ ആദ്യം ദൈവം നമ്മളിൽ പ്രസാദിക്കണം. देखो, अगर हमारे भेंट में या फिर हमारे बलिदानों में परमेश्वर को प्रसन्न होना है तो सबसे पहले हम में उसको प्रसन्न होना पड़ेगा। നമ്മിൽ പ്രസാദിച്ചെങ്കിൽ മാത്രമേ നാം കഴിക്കുന്ന വഴിപാടുകൾ ദൈവപ്രസാദം ഉണ്ടാകുകയുള്ളൂ. अगर परमेश्वर हम में प्रसन्न होंगे या हमारे जीवन से वो प्रसन्न होंगे तो ही हमारे बलिदानों में, हमारे भेंटों से वो प्रसन्न होगा। നാം ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്, हम बहुत प्रार्थना करने वाले लोग हैं, നാം ആരാധിക്കുന്നവരാണ്, हम आराधना करने वाले लोग हैं, നമ്മൾ ഉപവസിക്കുന്നവരാണ്. हम उपवास भी रखते हैं। ഇതിലെല്ലാം ദൈവപ്രസാദം ഉണ്ടാകണമെങ്കിൽ अगर इन सारी बातों में परमेश्वर की प्रसन्नता होना है ആദ്യം നമ്മിലാണ് ദൈവപ്രസാദം ഉണ്ടാകേണ്ടത്. तो सबसे पहले परमेश्वर को हम में प्रसन्न होना पड़ेगा। നമ്മിൽ ദൈവപ്രസാദം ഉണ്ടാകാത്തിടത്തോളം കാലം और जब तक परमेश्वर की प्रसन्नता हमारे जीवन में प्रकट ना हो, നാം കഴിക്കുന്ന പ്രാർത്ഥന, हम जो प्रार्थना करते हैं, നമ്മുടെ ആരാധന हमारी आराधना जो है, എല്ലാം ഭയങ്കര വേസ്റ്റ് ആണ്. सब कुछ व्यर्थ होगा प्रियो। അതുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ അങ്ങ് എന്നിൽ ആദ്യം ഒന്ന് പ്രസാദിക്കണം. इसलिए इन दिनों में हम परमेश्वर से कहे कि परमेश्वर आप मुझ में प्रसन्न हो जाए। ശേഷമാണ് നാം കഴിക്കുന്ന വഴിപാടുകളിൽ ദൈവപ്രസാദം ഉണ്ടാകുന്നത്. तत्पश्चात हालेलुया हमारे बलिदानों में या भेंटों में परमेश्वर प्रसन्न होते हैं। ഒരു മനുഷ്യനിൽ ദൈവപ്രസാദം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമല്ല. एक व्यक्ति के जीवन में से परमेश्वर प्रसन्न होना है, इसका ये छोटी बात नहीं है प्रियो, അതൊരു വലിയ കാര്യമാണ്. ये बहुत बड़ी बात है। ഒരു മനുഷ്യനിൽ ദൈവത്തിന് പ്രസാദം തോന്നുക. देखो, किसी व्यक्ति के जीवन से परमेश्वर को प्रसन्नता होना। യേശു ജനിക്കുന്ന സമയത്ത് ദൂതന്മാർ വന്ന് പറയുന്നു, ദൈവപ്രസാദമുള്ളവർക്ക് ഭൂമിയിൽ സമാധാനം. यीशु मसीह के जन्म से पहले स्वर्गदूत लोग आकर कहते हैं कि हालेलुया धन्य है वे लोग जिनके जीवन में परमेश्वर की प्रसन्नता है। ഈ ദിവസങ്ങളിൽ നമ്മിൽ ദൈവം പ്രസാദിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. इन दिनों में परमेश्वर की प्रसन्नता हमारे जीवन में होने के लिए हम प्रार्थना करें। ദൈവപ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. परमेश्वर को प्रसन्न करने वाले, खुश करने वाले कामों को करने के लिए हम अपने आप को प्रभु के हाथों में समर्पित करें। ഈ രണ്ട് വ്യക്തികളിൽ ഒരാളിൽ മാത്രമേ ദൈവപ്രസാദം സംഭവിച്ചുള്ളൂ. यहाँ पर हम देखते हैं दो लोगों के जीवन में से केवल एक व्यक्ति के जीवन में परमेश्वर की प्रसन्नता प्रकट होती है। ഒരിക്കൽ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, एक बार यीशु मसीह ने इस प्रकार कहा, രണ്ടുപേർ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോയി. दो लोग प्रार्थना करने के लिए गए। ഒരുവൻ ചുങ്കക്കാരനും മറ്റൊരുവൻ പരീശനുമായിരുന്നു. एक व्यक्ति हालेलुया चुंगी लेने वाला या कर लेने वाला था और दूसरा था फरीसी व्यक्ति। ഇവർ തമ്മിലുള്ള വ്യത്യസ്തമായിരിക്കുന്ന ആത്മീയ അനുഭവങ്ങൾ യേശു കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു. और इन दोनों के आत्मिक अनुभवों को यीशु मसीह दर्शा रहे हैं। ചുങ്കക്കാരെന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങളില്ലാത്തൊരു ഗ്രൂപ്പാണ്. देखो, चुंगी लेने वाले लोग उस समय में, उस समाज में उनकी कोई आदर नहीं किया जाता था, उनका इतना हालेलुया लोग उनको रेस्पेक्ट नहीं देते थे। പാപികളുടെ പട്ടികയിലാണ് പൊതുസമൂഹം അവരെ വീക്ഷിച്ചുകൊണ്ടിരുന്നത്. देखो, पापियों की हालेलुया झुंड में या पापियों के साथ इन चुंगी लेने वालों को भी गिना जाता था। എന്നാൽ ഇരുവരും പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദേവാലയത്തിലേക്ക് പോയി. मगर यहाँ पर दो लोग प्रार्थना करने के लिए परमेश्वर के भवन में जाते हुए हम देख सकते हैं। ആദ്യം യേശു കർത്താവ് പരിചയപ്പെടുത്തുന്നത് പരീശന്റെ പ്രാർത്ഥനയാണ്. सबसे पहले यीशु मसीह उस फरीसी व्यक्ति की प्रार्थना को दिखा रहे हैं। അദ്ദേഹം തന്നോട് തന്നെ പറഞ്ഞു എന്നാണ് യേശു പറയുന്നത്. यीशु मसीह कहते हैं कि उन्होंने अपने आप से कहा, ഞാൻ പിടിച്ചുപറിക്കാരനോ, देखो मैं तो चीना जप्टी करने वाला, ഞാൻ നീതി കെട്ടവനോ, या फिर मैं एक अधर्मी, അങ്ങനെയുള്ള വ്യക്തികളെ പോലെയല്ല. ऐसे व्यक्तियों के जैसे मैं नहीं हूं। ശേഷം തന്റെ അരികിൽ നിൽക്കുന്ന ചുങ്കക്കാരനെ നോക്കി പറയുന്നു, फिर उसके बाद वो फरीसी इस प्रकार कहते हैं अपने पास खड़े हुए उस चुंगी लेने वाले व्यक्ति को देखकर, ഞാൻ ഈ മനുഷ്യനെ പോലെയല്ല. देखो मैं इस व्यक्ति के जैसे भी नहीं हूं। ഞാൻ കൃത്യമായും പദാരം കൊടുക്കുന്നു, मैं ठीक ठीक दशमांश देता हूं, ഞാൻ കൃത്യമായും ഉപവസിക്കുന്നു, मैं ठीक ठीक उपवास करता हूं। ശേഷം ഈ മനുഷ്യനെ പോലെയല്ല ഞാൻ. देखो मैं इस व्यक्ति जो मेरे बगल में खड़ा है उसके जैसा है ही नहीं हूं। പരീശൻ പറഞ്ഞതൊക്കെ സത്യമാണ്. फरीसी ने जो बोला था वो बिल्कुल सही बात है। അവന്റെ ജീവിതമൊക്കെ കൃത്യമാണ്. उसका जीवन बिल्कुल ठीक है। പക്ഷെ നമ്മുടെ ജീവിതം മറ്റുള്ളവരുമായി നമ്മൾ താരതമ്യം ചെയ്യരുത്. मगर हम अपने जीवन की तुलना कभी भी किसी और के साथ ना करें। ഈ ചുങ്കക്കാരനുമായി ഇദ്ദേഹം തന്റെ ജീവിതത്തെ താരതമ്യം ചെയ്താണ് ദൈവസന്നിധിയിൽ പറയുന്നത്. देखो यहाँ पर हालेलुया ये फरीसी व्यक्ति उस चुंगी लेने वाले व्यक्ति के साथ अपने जीवन की तुलना करते हुए बात कर रहे हैं। യേശു പറയുന്നു, അവൻ അവനെ തന്നെ നീതീകരിക്കുവാൻ ശ്രമിച്ചു. यीशु मसीह ने कहा कि उस व्यक्ति ने अपने आप को धर्मी बनाने की कोशिश करी। നമുക്ക് നമ്മെ തന്നെ നീതീകരിക്കുവാൻ കഴിയുകയില്ല. हम अपने आप को धर्मी नहीं ठहरा सकते। നമ്മെ നീതീകരിക്കുന്നത് ദൈവമാകുന്നു.
हमें जो धर्मी ठहराता है वो परमेश्वर है। ലേഖനങ്ങളിൽ നാം വായിക്കുന്ന യേശു ക്രിസ്തുവിൽ നമുക്ക് ശുദ്ധീകരണവും നീതീകരണവും ലഭ്യമായിരിക്കുന്നു. पत्रियों में हम इस प्रकार पढ़ते हैं कि यीशु मसीह के द्वारा हमें पवित्रताई और धार्मिकता मिली है। എന്നാൽ ചുങ്കക്കാരന്റെ പ്രാർത്ഥന, मगर चुंगी लेने वाले की प्रार्थना को देखते हैं, അദ്ദേഹം ദൂരത്ത് നിന്നുകൊണ്ട് वो काफी दूर खड़े होकर സ്വർഗത്തിലേക്ക് പോലും നോക്കുവാൻ തുനിയാതെ स्वर्ग की ओर भी देखने की हिम्मत ना रखते हुए ദൈവമേ പാപിയായി എന്നോട് കരുണ തോന്നണമേ എന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. उन्होंने परमेश्वर से परमेश्वर की उपस्थिति में प्रार्थना की कि है परमेश्वर मैं पापी हूं, मुझ पर दया करे। എന്നാൽ ഇരുവരും വീട്ടിലേക്ക് മടങ്ങി എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. वचन कहता है कि दोनों लोग अपने अपने घरों में लौट गए। ചുങ്കക്കാരനോ നീതീകരിക്കപ്പെട്ടവനായി തന്റെ ഭവനത്തിലേക്ക് മടങ്ങി. परमेश्वर का वचन कहता है कि चुंगी लेने वाले की प्रार्थना सुनी गई और उसको परमेश्वर ने धर्मी बना दिया। രണ്ട് വ്യക്തികൾ പ്രാർത്ഥിക്കുവാൻ ദേവാലയത്തിലേക്ക് പോയി. दो व्यक्ति प्रार्थना करने के लिए परमेश्वर के भवन में गए, എന്നാൽ നീതീകരിക്കപ്പെട്ടവൻ ഒരുവനായിരുന്നു. मगर धार्मिकता को पाने वाले केवल एक ही थे। ആത്മീയ ജീവിതത്തിലെ വ്യത്യസ്തതകളെയാണ് ദൈവം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. आत्मिक जीवन की अलगदाई को हम यहाँ पर या परमेश्वर हमें दर्शा रहे हैं। അതിലൊരു വ്യക്തി ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയായിരുന്നു. एक व्यक्ति वहां पर धर्मी ठहरता है। ഈ ദിവസങ്ങൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. इन दिनों में हम परमेश्वर से प्रार्थना करें, ദൈവസനെ നീതീകരിക്കപ്പെടുവാൻ ഒരു കൃപ കർത്താവ് എനിക്ക് നൽകണമേ. परमेश्वर की उपस्थिति में धर्मी ठहरने के लिए परमेश्वर हमारी सहायता करने पाए। രണ്ടാമത് ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യസ്തമായ അനുഭവങ്ങളെ കുറിച്ചാണ്. और दूसरी बात मैंने बताई कि हमारे जीवन में होने वाली अलग अलग बातें हैं। അതിൽ രണ്ട് വ്യക്തികളെ ഞാൻ പരിചയപ്പെടുത്താം. दो व्यक्तियों का परिचय मैं आपसे कराऊंगा। ലാബാൻ എന്ന് പറയുന്ന മനുഷ്യന് लाभान नाम के एक व्यक्ति, രണ്ട് മക്കൾ ഉണ്ടായിരുന്നു, उसके दो बच्चे थे, പെൺകുട്ടികൾ. दो लड़कियां थी, यो दो बेटियां थी। ഒരുവൻ ലേയും മറ്റുള്ളവർ റാഹേലും എന്നായിരുന്നു. एक बेटी का नाम ले और दूसरे बेटे का नाम राहेल था। ഒരിക്കൽ യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ അവരുടെ കൂടാരത്തിൽ വന്നു ചേരുകയും एक दिन याकूब नाम का व्यक्ति उनके डेरे में आ पहुंचा। എന്നാൽ യാക്കോബിന് ആ ഭവനത്തിലെ ഇളയ മകളാകുന്ന റാഹേലിനെ വിവാഹം കഴിക്കുവാൻ ലാബാനോട് ചോദിക്കുകയാണ്. और याकूब अब लाबान से उस घर में उनकी जो छोटी बेटी थी उससे शादी करने की बात कर रहे हैं। എന്നാൽ മൂത്ത ലേയ കണ്ണുകൾ മങ്ങിയവളായിരുന്നു. और उनकी बड़ी बेटी लिया जो है उनकी आंखों में धुंधलापन था, वो अच्छे से देख नहीं पाती थी। റാഹേൽ സൗന്ദര്യമുള്ളവളായിരുന്നു. और राहेल जो है वो काफी सुंदर थी। ദീർഘവർഷങ്ങൾ ഇരുവർക്കും വേണ്ടി അവിടെ അധ്വാനിച്ചതായി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. देखो बाइबल हमें सिखाती है कि याकूब ने दोनों के लिए काफी सालों तक वहां पर मेहनत किया। രണ്ട് വ്യക്തികളെയും യാക്കോബ് ആ നാട്ടിൽ വിവാഹം കഴിച്ച് ജീവിക്കുന്നു. और दोनों स्त्रियों से याकूब ने शादी की और उस देश में वो जी रहे हैं। 20 വർഷങ്ങൾക്ക് ശേഷം തന്റെ പഴയ ഭവനത്തിലേക്ക് ദേശത്തിലേക്ക് താൻ മടങ്ങിപ്പോകാൻ തയ്യാറാകുകയാണ്. और करीब 20 साल के बाद याकूब वापस अपने घर में लौटने की कोशिश कर रहे हैं। ഈ സമയത്ത് തന്റെ കുഞ്ഞുങ്ങളുമായി ആടുമാടുകളുമായി താൻ തിരിച്ചു പോവുകയാണ് 20 വർഷങ്ങൾക്ക് ശേഷം. 20 साल के बाद याकूब अपने हालेलुया बच्चों के साथ और सारे भेड़ बकरियों के साथ सारी धन संपत्ति को लेकर वापस जा रहे हैं। എന്നാൽ റാഹേൽ ഒരു കാര്യം ചെയ്യും. मगर राहेल ने एक काम इस प्रकार करा। അപ്പൻ സേവിക്കുന്ന ദേവന്മാരിൽ ഗ്രഹബിംബങ്ങൾ എടുത്തുകൊണ്ടാണ് അവൾ പോകുന്നത്. देखो राहेल जब वापस उसके याकूब के साथ जा रही थी, उससे पहले उसने अपने पिता के जितनी देवी देवताओं की मूर्ति थी उनको भी अपने साथ ले लिया। അപ്പൻ ആ ഭവനത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ആദ്യം ചെന്ന് നോക്കുന്നത് തന്റെ ദേവന്മാരുണ്ടോ എന്നാണ്. और वो पिता अपने घर में जब जाती है तो सबसे पहले जाकर यही देखते थे कि क्या मेरे देवी देवताएं सब यही पे है या नहीं। അങ്ങനെ യാക്കോബിന് അരികിലേക്ക് ലാബാൻ വരുമ്പോൾ और लाबान जब याकूब के पास आ रहे थे, എന്റെ ഗ്രഹബിംബം നീ എടുത്തുകൊണ്ടുപോകുന്നു എന്ന് പറയുന്നുണ്ട്. और याकूब से इस प्रकार लाबान कहते हैं कि तूने मेरे ग्रह की मूर्तियों को तूने चुराया है। എല്ലാ കൂടാരങ്ങളിലും കയറി ഗ്രഹബിംബം നോക്കും. देखो सारे ढेरों में सारे घरों में जाकर वो उसके मूर्तियों को ढूंढ रहा है, എങ്ങും അത് കണ്ടു കിട്ടുകയില്ല. मगर लाबान ने कहीं पर भी उस मूर्तियों को नहीं पाया। എന്നാൽ യാക്കോബ് പറയുന്ന ഒരു വീടുണ്ട്, ആരുടെയെങ്കിലും പക്കൽ കണ്ടു കിട്ടിയാൽ അവൻ മരിക്കണമെന്നാണ് യാക്കോബ് പറയുന്നത്. मगर याकूब इस प्रकार हालेलुया इस प्रकार कहते हैं कि यदि किसी के पास ये मूर्तियां पाई जाएं तो वो मरना उसको अनिवार्य होगा। യാക്കോബ് അറിഞ്ഞില്ല റാഹേൽ എടുത്ത കാര്യം. और याकूब नहीं जानता था कि राहेल ने उसको छुपा के रखा है। താൻ എത്രയോ വർഷങ്ങൾ അവൾക്ക് വേണ്ടി അധ്വാനിച്ചതാണ്. कितने ही साल याकूब ने राहेल के लिए मेहनत की थी। എന്നാൽ യാത്ര മുൻപോട്ട് കടന്നുപോയി. मगर वो सफर आगे बढ़ते गए। റാഹേലിന്റെ ഉള്ളിൽ ഒരു ശിശു അത് ഉള്ളിൽ ഉരുവാകുവാൻ കാരണമായി തീർന്നു. और राहेल के हालेलुया गर्भ में एक बच्चे का जन्म होते हुए हम देख सकते हैं। എന്നാൽ എഫ്രാത്തിൽ എത്തുവാൻ അല്പ ദൂരമുള്ളപ്പോൾ और बेतलेहम एफ्रात में पहुंचने से थोड़ी दूरी पहले റാഹേൽ മരിക്കുന്നതായി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. राहेल की मृत्यु होते हुए बाइबल हमें सिखाती है। ഒരുപക്ഷെ യാക്കോബ് പറഞ്ഞ വീട് അച്ചിട്ടമായി തന്റെ ജീവിതത്തിൽ സംഭവിച്ചതായിരിക്കാം.
हो सकता है कि याकूब ने जो शब्द बोले थे वो उसके जीवन में पूरा हुआ होगा। എന്തുമാകട്ടെ യാത്രയിൽ റാഹേൽ എന്നേക്കുമായി യാക്കോബിനെ വിട്ടുപിരിയുകയായിരുന്നു. जो कुछ भी क्यों ना हो, राहेल हम देखते हैं उसके सफर के दौरान हमेशा हमेशा के लिए याकूब से अलग हो जाते हैं। ലേയയ്ക്ക് എടുത്തു പറയത്തക്ക സൗന്ദര്യമൊന്നുമില്ലായിരിക്കാം, और लिया के जीवन में काफी सुंदरता तो नहीं थी, പക്ഷേ അവൾ എക്സ്ട്രാ ഒരു കാര്യം ദൈവസന്നിധിയിൽ ചെയ്യുവാൻ തയ്യാറായില്ല. मगर परमेश्वर के नजरों में हालेलुया कुछ गलत करने के लिए या फिर अलग कुछ करने के लिए वो तैयार नहीं थी। റാഹേൽ ആ വഴിയോരത്ത് വെച്ച് എന്നേക്കുമായി മരിക്കുകയായിരുന്നു. राहेल उस मार्ग में ही हालेलुया हमेशा हमेशा के लिए मर मिटती है। അവളുടെ പ്രവൃത്തി ദോഷങ്ങൾ കൊണ്ട് അവളുടെ ആയുസ് കുറയുവാൻ കാരണമായി തീർന്നു. देखो राहेल ने जो गलत काम किया था उसकी गलती की वजह से उसकी आयु कम हो जाती है प्रियो। അവളുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ വിപത്താണ് വിളിച്ചു വരുത്തിയത്. देखो वो अपने जीवन में एक बड़े श्राप को, एक बड़ी विपत्ति को उसने ही स्वागत किया है। എന്നാൽ ഈ രണ്ട് വ്യക്തികളുടെ ജീവിതം നാം പഠിച്ചാൽ इन दो व्यक्तियों के जीवन को जब हम देखते हैं, യാക്കോബിനോട് കൂടെ എന്നും ലേയ ഉണ്ടായിരുന്നു. याकूब के साथ हमेशा लिया रही करती थी, എന്നാൽ പ്രവൃത്തി ദോഷങ്ങൾ കൊണ്ട് റാഹേലിന് അധിക നാൾ ജീവിക്കുവാൻ കഴിഞ്ഞില്ല. मगर राहेल ने अपने कामों की वजह से, अपने गलतियों की वजह से वो अधिक साल तक नहीं जी पाई। അവരുടെ ഇരുവരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഉണ്ടായത്. और इन दोनों के जीवन में अलग अलग घटना घटते हुए हम देख सकते हैं। വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നു റൂത്തും ഓർപ്പയും എന്ന് പറഞ്ഞ രണ്ട് സഹോദരിമാർ. और बाइबल हमें फिर सिखाती है रूत और ऑर्फा नाम की दो बहन लोग। ബേതലഹേമിൽ നിന്നും മോവാബിലേക്ക് താമസിക്കുവാൻ വന്നൊരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. और बैतलहम से मोवाब में हालेलुया रहने के लिए आए हुआ एक आशीषित परिवार। എന്നാൽ ആ ഭവനത്തിൽപ്പെട്ട വ്യക്തികൾ മഹ്ലൂനും ഹില്ലോനും എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾക്ക് അപ്പനും അമ്മയും മോവാബിൽ നിന്ന് സ്ത്രീകളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. और उनके दोनों बेटों की शादियां, अहलोन और हिल्लोन दोनों बेटों की शादियां हालेलुया उन्होंने वहां से करवाई। ഒരു വ്യക്തിയുടെ പേര് രൂത്ത് എന്നും ഒരു വ്യക്തിയുടെ പേര് ഓർപ്പ എന്നുമായിരുന്നു. और उनके एक बहू का नाम रूत और दूसरे बहू का नाम ऑर्फा था। എന്നാൽ ഈ കുടുംബം 10 വർഷം മോവാബിൽ ഉണ്ടായിരുന്നു. ये परिवार 10 साल तक मोवाब में ही रहे। 10 വർഷങ്ങൾക്കിടയിൽ 3 വ്യക്തികൾ മരിച്ചുപോയി. इन 10 सालों के दौरान 3 लोगों की मृत्यु हुई। ആ ഭവനത്തിലെ അപ്പനും 2 ആൺമക്കളും മരിച്ചുപോയി. और उस भवन के पिता और उन दोनों लड़कों की मृत्यु हो गई। ശേഷം നവോമി തന്റെ സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ തീരുമാനമെടുക്കുമ്പോൾ और उसके बाद हम देखते हैं नओमी अपने घर में वापस लौटने का निर्णय लेती है। 2 മരുമക്കളും പറഞ്ഞു ഞങ്ങൾ നിന്റെ കൂടെ വരികയാണ്. और दोनों बहुओं ने बोला कि हम तेरे साथ आएंगे। എന്നാൽ നവോമി ഒത്തിരി പറഞ്ഞപ്പോൾ രൂത്ത് തന്റെ ദേവന്മാരുടെയും തന്റെ ജനത്തിന്റെയും അരികിലേക്ക് മടങ്ങിപ്പോയി. ഓർപ്പ തന്റെ ദേവന്മാരുടെയും തന്റെ ജനത്തിന്റെയും അരികിലേക്ക് മടങ്ങിപ്പോയി. और हालेलुया मगर आगे को हम देखते हैं कि ऑर्फा जो एक बहू थी वो अपने देवी देवताओं के पास या अपने भवन की ओर वापस लौट जाती है। രൂത്ത് അമ്മാവിയമ്മയോട് പറ്റി നിന്നുമാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. मगर वचन सिखाता है कि रूत जो है अपनी सासू माँ के साथ लगी रही। ചില വ്യക്തികൾ ഓർപ്പയെ പോലെയാണ്. कुछ लोग ऑर्फा के जैसे हैं। കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ അവരുടെ ദേവന്മാരുടെയും ജനത്തിന്റെയും അരികിലേക്ക് അവർ മടങ്ങിപ്പോയിരിക്കും. देखो कुछ समय के बाद या थोड़े समय के बाद वे लोग अपने अपने देवी देवताओं के पास अपने भवन में लौट जाते हैं। നമ്മൾ കണ്ടിട്ടില്ല, ജോലിക്ക് വേണ്ടിയും പഠിക്കുവാനും വേണ്ടി ഒത്തിരി പിള്ളേർ വരും, പക്ഷെ കുറച്ചു കാലം ദൈവത്തെ ആരാധിക്കും, ഒരു സമയം കഴിയുമ്പോൾ അവർ ഓർപ്പയെ പോലെ മടങ്ങിപ്പോകും. और हम भी देखते हैं कि हालेलुया पढ़ाई के लिए काफी लड़के या काफी बच्चे आगे आते हैं, मगर पढ़ाई लिखाई के बाद प्रभु को हालेलुया छोड़ छाड़ के वे लोग अपने अपने जगहों में वापस चले जाते हैं। എന്നാൽ രൂത്ത് പറയുന്നൊരു വീടുണ്ട്, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവമാകുന്നു. मगर रूत इस प्रकार अपनी सासू माँ से कहती है कि तेरे लोग मेरे लोग, तेरा परमेश्वर मेरा परमेश्वर होगा। എന്നാൽ ബേതലഹേമിലേക്ക് രൂത്ത് മാത്രം അവളോട് കൂടെ മടങ്ങി വരികയാണ്. और हालेलुया केवल रूत उसके साथ बैतलहम की ओर वापस लौट रहे हैं। അവർക്ക് ആരുമില്ലായിരുന്നു, उसकी जरूरत वहां पर नहीं थी അവരെ ഹെൽപ്പ് ചെയ്യുവാൻ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. और उनकी सहायता करने के लिए भी वहां पर कोई नहीं था। അവൾക്കിനൊരു ജീവിതം ഉണ്ടാകുമോ എന്ന് പോലും അവൾക്ക് പ്രതീക്ഷയില്ലായിരുന്നു. और रूत के जीवन में कोई उम्मीद भी नहीं थी कि अब उसके लिए कोई एक अच्छा जीवन मिलेगा या नहीं। എന്നാൽ ബേതലഹേമിൽ വന്ന് രൂത്തിനൊരു പുതിയ ജീവിതം ലഭ്യമായി. मगर बैतलहम आने के बाद रूत को एक नया जीवन मिलते हुए हम देख सकते हैं। അവൾ അനുഗ്രഹിക്കപ്പെടുകയായിരുന്നു. वहां पर वो आशीषित हो जाती है। എന്തിനേറെ പറഞ്ഞ അവൾ വയലിൽ കതിര് പെറുക്കുമ്പോൾ അവൾക്ക് വേണ്ടി പട്ടണത്തിൽ സംസാരിക്കുവാൻ തുടങ്ങി. और देखो जब वो खेतों में पूलियां बटोर रही थी उस समय शहर में उसके बारे में चर्चा होने लगी। ബൈബിൾ അവളെ കുറിച്ച് പഠിപ്പിക്കുന്ന അവൾ ഉത്തമ സ്ത്രീ ആയിരുന്നുവെന്നാണ്. बाइबल सिखाती है, हमें यही सिखाती है कि वो उत्तम स्त्री है करके वचन कहता है। അവൾ മറ്റൊന്നും ചെയ്തില്ല, കൃത്യമായൊരു ജീവിതം ദൈവത്തിന്റെ സന്നിധിയിൽ നയിച്ചു. और उसने और कुछ नहीं किया मगर परमेश्वर की उपस्थिति में एक अच्छा जीवन उसने जिया। സത്യസന്ധമായി ദൈവത്തെ സേവിച്ചൊരു ജീവിതം നയിച്ചാൽ തന്നെ ദൈവം നിനക്ക് വേണ്ടി വഴി തുറന്നിരിക്കും.
देखो, अच्छे जीवन, अच्छे रीति से, सच्चाई से अगर परमेश्वर के लिए अगर आप जियोगे तो परमेश्वर जरूर आपके लिए एक मार्ग खोलेगा। അവൾ വയലിൽ കതിരി പെറുക്കുമ്പോൾ പട്ടണത്തിൽ അവളെ കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങി. जब वो खेतों में पूलियां बटोर रही थी, उस समय शहर में उसके बारे में चर्चा होने लगी। ഓ, നവോമി പറയുന്നൊരു വീടുണ്ട്, ഇതിന്റെ അന്ത്യം എന്തായി തീരുവോളം അവൻ സ്വസ്ഥനായിരിക്കുകയില്ല. और नाओमी इस प्रकार कहती है कि तेरे अंत तक वो शांति से नहीं बैठा रहेगा। വിശ്വസിക്കുക, കൃത്യമായൊരു ജീവിതം ലൈഫിനെ ദൈവസന്നിധി നയിച്ചാൽ ഇടപെടേണ്ടുന്നവരോട് ദൈവം ഇടപെട്ട് നിന്നെ അനുഗ്രഹിക്കുന്ന ദിവസങ്ങൾ വിദൂരമല്ലെന്ന് പരിശുദ്ധാത്മാവി പ്രഭാതത്തിൽ ചിലനോക്കി പ്രവചിക്കുകയാണ്. और आज परमेश्वर की आत्मा कुछ लोगों को देखकर इस प्रकार भविष्यवाणी करती है, अगर आप एक अच्छा जीवन जिएंगे तो परमेश्वर कुछ लोगों के हृदय से बातचीत करके आपके जीवन में उन आशीषों को लाने के लिए परमेश्वर सामर्थ्य है, और वो दिन काफी दूर नहीं है करके परमेश्वर की आत्मा कह रहा है। നിനക്ക് വേണ്ടി ആര് വഴി തുറക്കാനില്ലെങ്കിലും ഈ ദിവസങ്ങളിൽ സ്വർഗം നിനക്ക് വേണ്ടി വഴി തുറക്കാൻ പോകുകയാണ്. और आपके लिए हो सकता है कि इस दुनिया में मार्ग को खोलने के लिए, तैयार करने के लिए कोई ना होगा, मगर स्वर्ग का परमेश्वर आपके लिए रास्ता खोलने जा रहा है। സത്യമാണ് ദൈവമക്കളെ, നാം ഒന്നും ചെയ്യണ്ട. കൃത്യമായ ഒരു ലൈഫ് ദൈവത്തിനെ നയിച്ചാൽ രൂത്തിനെ ആ വയലിന്റെ ഉടമയാക്കി മാറ്റിയതുപോലെ സ്വർഗം നിങ്ങളെ മാറ്റുവാൻ വിശ്വസ്തനാണ്. और बिल्कुल सही बात है प्रियो, हमें कुछ अपने आप से करने की जरूरत नहीं है, मगर परमेश्वर के सम्मुख एक अच्छा जीवन अगर हम जिएंगे तो रूत को जिस प्रकार उस खेत का मालकिन परमेश्वर ने बना दिया, वैसे प्रभु आपके जीवन को भी बदल देगा। ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ഇസ്രായേലിന്റെ ചിറകിൻ കീഴിൽ അഭയം പ്രാപിച്ച വന്നൊരു സ്ത്രീ ആയിരുന്നു അവൾ. और बाइबल हमें सिखाती है कि वो स्त्री इसराइलियों के हालेलुया पंखों तले एक आस लेते हुए आई हुई स्त्री थी। ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ അഭയം പ്രാപിച്ച വന്നവളെ ഉയർത്തി മാനിച്ചൊരു സർവശക്തിയുള്ള ദൈവം ഉണ്ടായിരുന്നു. मगर इस्राएल के परमेश्वर के पंखों तले जिसने आस लिया था, उस परमेश्वर ने उस स्त्री को काफी ऊंचा उठाया। ഈ രണ്ട് വ്യക്തികളുടെ ജീവിതം പഠിച്ചാൽ इन दो व्यक्तियों के जीवन को जब हम देखते हैं, രൂത്ത് അനുഗ്രഹിക്കപ്പെട്ടു. रूत का जीवन आशीषित होते हुए हम देख सकते हैं। അവളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചു. रूत के जीवन में एक बहुत बड़ा बदलाव हो जाता है। ഈ ദിവസങ്ങൾ നിങ്ങൾ ദൈവത്തോടു കൂടെ നിൽക്കുന്നുവെങ്കിൽ, ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്നുവെങ്കിൽ, इन दिनों में अगर आप परमेश्वर के साथ, परमेश्वर की उपस्थिति में जीते हैं, കൃത്യമായൊരു ജീവിതം നയിക്കുന്നുവെങ്കിൽ സ്വർഗം വ്യത്യസ്തമായി മറ്റുള്ളവരെക്കാൾ നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. अगर एक सही जीवन आप प्रभु की उपस्थिति में जीते हैं तो दूसरे लोगों से बढ़कर एक आशीष परमेश्वर आपको देने जा रहा है। മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ഒരു സന്ദേശം കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. सेवकाई के संबंध में एक संदेश को मैं देना चाहता हूँ। എലീഷ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. एलीशा नाम का एक व्यक्ति था। അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു. वो एक भविष्यवक्ता थे। അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നു. उनके काफी चेले थे। അതിൽ വേദപുസ്തകം നമ്മെ പ്രസിദ്ധപ്പെടുത്തുന്ന രണ്ട് ശിഷ്യന്മാരുണ്ട്. और उसमें काफी महत्वपूर्ण दो चेलों के बारे में वचन हमें सिखाता है। ഗേഹസി എന്ന് പറയുന്ന ഒരു ശിഷ്യൻ, गेहसी नाम का एक चेला, അദ്ദേഹം എലീശയുടെ കൂടെ ഉണ്ടായിരുന്നു. और वो एलीशा के साथ हमेशा रहता था। എന്നാൽ കടം മേടിച്ചു മരിച്ചുപോയ ഒരു മനുഷ്യനെ കുറിച്ച് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. मगर दूसरे एक व्यक्ति के बारे में भी हमें वचन सिखाता है, जिसने कर्ज लिया और आखिर में उसकी देहांत हो गई। അദ്ദേഹത്തിന്റെ പേര് വേദപുസ്തകം വെളിപ്പെടുത്തുന്നില്ല. और उनका नाम परमेश्वर का शास्त्र या बाइबल हमें उस व्यक्ति का नाम के बारे में नहीं बताते हैं। ഈ രണ്ട് വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിച്ച വ്യത്യസ്തമായ അനുഭവങ്ങളായിരുന്നു. मगर इन दोनों व्यक्तियों के जीवन में हालेलुया जो घटना घटी है वो हम देख सकते हैं। ഒരിക്കൽ ആരാം ദേശത്തെ സേനാധിപതിയാകുന്ന നയമാൻ എന്ന് പറയുന്ന മനുഷ്യന് വലിയ കുഷ്ഠമെന്ന വലിയ മാരക രോഗം പിടിപെട്ടു. और आराम देश के जो सेनापति नामान थे, उनके जीवन में काफी खोट की बीमारी लगी। ഒരു രാജ്യത്തിന് ജയം നൽകുവാൻ ശക്തിയുള്ളവനായിരുന്നു നയമാൻ. और नामान इतना बड़ा सामर्थ्य व्यक्ति था कि वो एक देश को पूरा जयवंत या जय दिला सकता था। പക്ഷെ തനിക്ക് തന്നെ സ്വന്തമായി രക്ഷിപ്പാൻ കഴിയാത്തൊരു രോഗം തന്നെ പിടിപെട്ടു. मगर ऐसी बीमारी अब उसके शरीर में लग चुकी है कि वो अपने आप को भी नहीं बचा पा रहा। ശരിയാണ്, നാം പലരെയും രക്ഷിക്കുന്നവരാണ്, പക്ഷെ നമുക്ക് ഇതുവരെയും രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. बिल्कुल सही बात है प्रियो, हम दूसरों को बचाने वाले होंगे, मगर आज तक हम नहीं बच पाए हैं। കുഷ്ഠമെന്ന രോഗം പിടിപെടുവാൻ കാരണമായി തീർന്നു. देखो, उसके शरीर में कोढ़ की बीमारी लग जाती है। ഈ സമയത്ത് ഒരു ഇസ്രായേലി പെൺകുട്ടി ആ ഭവനത്തിൽ ഉണ്ടായിരുന്നു. और इस समय उनके घर में एक इस्राएली लड़की काम पे रहती थी। അവൾ പറഞ്ഞു, ഇസ്രായേൽ ദേശത്ത് ഒരു പ്രവാചകനുണ്ട്, നീ അവിടെ ചെന്നാൽ സൗഖ്യമാകും. उस लड़की ने कहा कि इस्राएल के देश में एक भविष्यवक्ता है, यदि तू उसके पास जाएगा तू चंगा हो जाएगा। അങ്ങനെ നയമാൻ യാത്രയായി. इस प्रकार नामान अपना सफर उन्होंने शुरू करा। അവിടെ ചെന്നപ്പോൾ എലീശ പറഞ്ഞു, നീ യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങുക. वहां पर पहुंचने के बाद एलीशा ने कहा कि तू यरदन नदी में जाकर 7 बार डुबकी लगा, നിനക്ക് സൗഖ്യമുണ്ടാകും. तू चंगा हो जाएगा। പക്ഷെ ഈ മനുഷ്യൻ പറയുന്നത്, ഇതിലും നല്ല നദികൾ എന്റെ നാട്ടിലുണ്ടല്ലോ, അബാനയും പർപ്പരയും അനുഗ്രഹിക്കപ്പെട്ട വേറെ നദികളുണ്ടല്ലോ എനിക്ക്. देखो, ये नामान इस प्रकार एलीशा से कहते हैं कि मेरे देश में भी तो काफी अच्छी अच्छी नदियां हैं, ഞാൻ എന്തിനാണ് ഈ യോർദാനിൽ വന്ന് മുങ്ങുന്നത്? फिर मैं यहाँ पर तेरे देश में इस यरदन नदी में आकर क्यों डुबकी लगाऊं? അദ്ദേഹം മടങ്ങുമ്പോൾ ശിഷ്യന്മാർ പറഞ്ഞ, ഒരു കൊച്ചു കാര്യമല്ലേ പ്രവാചകനോട് പറഞ്ഞു, അത് നീ ചെയ്യുക.
देखो वो वापस उस गुस्से में लौट रहे थे, मगर उसके चेलों ने कहा कि ये तो छोटी सी बात है जो नबी ने बोला है, तू जाके कर ले। സത്യമാണ് ദൈവനിയോഗത്താൽ ദൈവദാസന്മാർ ദൈവം പറയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും പറയുവാൻ ചെയ്യുവാൻ പ്രയാസമുള്ളവരാണ് നമ്മൾ പലരും. और बिल्कुल सही बात है प्रियो, बहुत बार हम भी, हमारा जीवन भी इस प्रकार है, परमेश्वर के दासों के द्वारा या प्रभु के द्वारा जो कुछ हम सुनते हैं, छोटी छोटी बातों को करने के लिए भी हम शर्माते हैं, रुक जाते हैं। നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം യോർദാനിൽ മുങ്ങി. जब लोगों ने जोर जबरदस्ती की तब वो जाकर उन्होंने यरदन में डुबकी लगाई। 7 പ്രാവശ്യം വെള്ളത്തിൽ അദ്ദേഹം മുങ്ങിപ്പൊങ്ങി. 7 बार उन्होंने पानी में डुबकी लगाया। വെള്ളത്തിൽ മുങ്ങുമ്പോൾ സ്വാഭാവികമായി ഒരു മനുഷ്യനെ ശ്വാസം മുട്ടുവാൻ സാധ്യതയുണ്ട്. जब पानी में जब डूबते हैं, स्वाभाविक तौर से एक मनुष्य को श्वास लेने में तकलीफ होती है। ചില ദൈവനിയോഗങ്ങൾ ചില സമയങ്ങളിൽ നമ്മയൊക്കെ ശ്വാസം മുട്ടിച്ചിട്ടുള്ള പോലെ നമുക്ക് തോന്നാറുണ്ട്. और कभी कभार परमेश्वर की अगुवाइयां या परमेश्वर की बातें हमें इस प्रकार लगती हैं कि जिस प्रकार हमें घुटन हो रहा हो। പല ദൈവനിയോഗങ്ങളും നമ്മളെ ശ്വാസം മുട്ടിക്കുന്ന പോലെ നമുക്ക് തോന്നും. और बहुत बार हमें ऐसा लगता है कि परमेश्वर की बातें हमारे जीवन में हमें श्वास लेने में तकलीफ लाती है करके हमें अनुभव हो सकता है। എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, मगर आज सुबह परमेश्वर की आत्मा इस प्रकार कह रही है, നിന്നെ ശ്വാസം മുട്ടിക്കുന്ന വിഷയത്തിനകത്തുനിന്ന് 7ാം പ്രാവശ്യം വെളിയിൽ വരാൻ പോകുകയാണ്. और आपको घुटन देने वाली या फिर आपके श्वास को रोकने वाले अनुभव में से 7वीं बार आप बाहर निकलने जा रहे हो। ഒരു സൗഖ്യത്തോടു കൂടി നീ 7ാം പ്രാവശ്യം വെളിയിൽ വരാൻ പോകുകയാണ്. एक 7वीं बार, हालेलुया, आप देखो एक चंगाई को पाते हुए आप वहां से निकलने जा रहे हो। ഏതൊക്കെ വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ എന്നെ ശ്വാസം മുട്ടിക്കുന്നുണ്ടോ അതിന്റെ നടുവിൽ സൗഖ്യത്തോടു കൂടി നീ വെളിയിൽ വരാൻ പോകുകയാണ്. और इन दिनों में ऐसा कौन सा विषय है प्रियो जो आपके जीवन के श्वास को रोक रहा है, घुटन जैसा अनुभव दिला रहा है? 7वीं बार आप उसमें से चंगाई के साथ, छुटकारे के साथ निकलने जा रहे हो। അദ്ദേഹത്തിന്റെ കുഷ്ഠം സൗഖ്യമായി എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. बाइबल हमें सिखाती है कि उस व्यक्ति की खोड़ की बीमारी वो बिल्कुल ठीक हो गई। ഒരു നദിയിൽ പോയി കുളിച്ചിട്ട് വന്നപ്പോൾ ഒരു കുഷ്ഠരോഗിയുടെ കുഷ്ഠം വിട്ടുമാറി. एक नदी में जाकर जब डुबकी लगाकर जब वो बाहर निकला तो उसमें चंगाई उसको मिल गया। ഏലീശ പറഞ്ഞു വിടുമ്പോൾ ഒരു നദിയുടെ ഏരിയ മുഴുവൻ രോഗശാന്തി ഇറക്കിയിട്ടിട്ടാണ് പറഞ്ഞത്, നീ ആ നദിയിൽ പോയി മുങ്ങുക. देखो एलीशा ने जब इन बातों को जब कहा था, उसको भेजने से पहले उस नदी के उस भाग को हालेलुया चंगाई के एक औषधि के समान बदल दिया था। उसके बाद उस व्यक्ति को वहां भेजा। അത്രയ്ക്ക് അഭിഷേകമാണ് എലീശയുടെ മേൽ വ്യാപരിച്ചത്. एलीशा के जीवन में उतना अधिक अभिषेक परमेश्वर की ओर से मिला हुआ था। തിരിച്ചു താൻ തന്റെ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ नामान जब अपने वापस अपने देश में लौट रहे थे, എലീശയ്ക്ക് കുറച്ച് നന്മ കൊടുക്കുവാൻ വന്നു. एलीशा को कुछ भलाइयां या कुछ भेंट देने के लिए वो आए। എലീശ അത് വാങ്ങിയില്ല. एलीशा ने उन भेंट को या उन आशीष को नहीं लिया। എന്നാൽ ഗേഹസി പറയുകയാണ്, പ്രവാചകൻ അറിയാതെ ഞാൻ കുറച്ച് പോയി മേടിക്കും. मगर गेहसी ने बोला कि भविष्यवक्ता को जाने बगैर मैं जाके चुपके से उससे ले लूंगा। അദ്ദേഹം ആ രഥത്തിന്റെ പുറകെ ഓടി. देखो गेहसी अब उस रथ के पीछे पीछे दौड़ने लगा। പിന്നീട് നന്മയുമായി വരുന്നതാണ് നാം കാണുന്നത്. और आगे को हम देखते हैं कि वो उसके हाथ से उन बलाइयों को, उन बेटों को लेकर वापस लौट रहे हैं। അദ്ദേഹം ഓടിപ്പിടിച്ച ഒരു രഥത്തെയായിരുന്നു. देखो उसने दौड़कर एक रथ को जाकर पकड़ लिया था। ഒരു കുതിരയെ പോലും ഓടിപ്പിടിച്ചവനാണ് ഗേഹസി. और गेहसी ऐसा व्यक्ति है जो एक रथ के पीछे या एक घोड़े के पीछे दौड़कर उसको उसके आगे पहुंच गया था। നമുക്കൊരു കൊച്ചു മൃഗത്തിന്റെ കൂടെ ഓടാൻ പറ്റിയല്ല. हम एक छोटे जानवर के साथ भी नहीं दौड़ सकते हैं। ഈ സമയത്താണ് ഒരു രഥത്തിന്റെ ഒപ്പം അവൻ ആ വിഷയത്തെ ഓടിപ്പിടിച്ചു എന്നുള്ളതാണ്. मगर यहाँ पर हम देख सकते हैं कि गेहसी ने उस रथ के आगे आगे या उसके साथ साथ दौड़कर उसको पकड़ लिया। ആഗ്രഹം അകത്ത് കയറി ഏത് രഥത്തിന്റെ ഒപ്പം ഓടിപ്പിടിക്കും. देखो अगर इच्छा हमारे हृदय में आ जाए तो कोई सा भी रथ क्यों ना हो जाकर पकड़ पाएंगे। പക്ഷെ ആഗ്രഹം ദുരാഗ്രഹമായിരുന്നു. मगर उसकी इच्छा जो थी वो बुरी इच्छा थी। ശേഷം താൻ തന്റെ ഭവനത്തിലേക്ക് നയമാന്റെ നന്മയുമായി വന്നു. और आखिर में हालेलुया नामान के हाथों से ली हुई बेटों को, उन आशीषों को लेकर गेहसी अपने घर में लौटा। പിന്നീട് എലീശയുടെ അരികിൽ വന്ന് നിൽക്കുമ്പോൾ എലീശ ചോദിച്ചു, നീ എന്തിനാണ് പോയത്? और फिर एलीशा के पास आकर वो खड़ा था, तो उस समय एलीशा ने पूछा कि तू कहाँ गया था, क्यों गया था? ആ കുഷ്ഠം നയമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതി മേലും വരട്ടെ. और एलीशा ने बोला कि नामान के शरीर में जो खोड़ की बीमारी थी वो तेरे ऊपर और तेरे संतानों के ऊपर आने पाए। കുഷ്ഠം അവനിലും അവന്റെ സന്തതിയിലേക്കും വന്നു. देखो गेहसी के और गेहसी के संतानों के ऊपर वो खोड़ की बीमारी आ जाती है। എന്നാൽ എലീശയ്ക്ക് മറ്റൊരു ശിഷ്യനുണ്ടായിരുന്നു. मगर एलीशा का दूसरा एक और चेला था। അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് കടം മേടിച്ചൊക്കെയാണ് ജീവിച്ചത്. देखो वो जीवन जब जी रहे थे तो काफी कर्ज लेकर, अब काफी दयनीय अवस्था में उनका जीवन जी रहे थे। പക്ഷെ ആരുടെയും ഒരു സ്വത്ത് അവൻ അപഹരിച്ചിട്ടില്ല. मगर किसी की धन संपत्ति को उसने आज तक छुड़ाया नहीं है। അവനിതുവരെ ഒരു രഥത്തിന്റെ പുറകെ ഓടിയിട്ടില്ല. आज तक वो पैसा कमाने के लिए किसी रथ के पीछे दौड़ा नहीं है। അദ്ദേഹം സത്യസന്ധമായ ഒരു ജീവിതം നയിച്ചു. और सच्चाई से एक विश्वास योग्य जीवन उन्होंने जिया। പണമില്ലാത്ത സമയത്തും കടം മേടിച്ചു. जब पैसा नहीं था उसके बावजूद भी उसने कर्ज लिया। എന്നാൽ അദ്ദേഹം മരിച്ചുപോയി. मगर आखिर में एक दिन उनकी मृत्यु हो गई। മരണം കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെ കടക്കാർ വന്ന് പിടിച്ചുകൊണ്ടുപോകാൻ നിൽക്കുകയാണ്. देखो उनके मृत्यु के बाद अब बच्चों को पकड़ कर लेकर जाने के लिए कर्जदार लोग आकर खड़े हुए हैं। എന്നാൽ ഈ സമയത്ത് ദൈവം ആ ഭവനത്തിന് വേണ്ടി ഇടപെട്ടു.
मगर इस समय उस परिवार के लिए परमेश्वर ने उनसे बात किया। നീ സത്യസന്ധമായ ഒരു ജീവിതം നയിച്ചാൽ ദൈവം നിനക്ക് വേണ്ടി ഇടപെടും. देखो, अगर तू एक सच्चाई में विश्वास योग्यता के साथ जीवन जिएगा तो परमेश्वर तेरे लिए बात करेगा। എമർജൻസിയായി പരിശുദ്ധാത്മാവ് ഇടപെടേണ്ടുന്ന സമയത്ത് എമർജൻസിയായി പരിശുദ്ധാത്മാവ് ചലിക്കാൻ പോകുകയാ. और काफी इमरजेंसी रूप में हालेलुया जहां पर परमेश्वर को काम करना है वहां पर परमेश्वर काफी तेजी से ही काम करेंगे। അദ്ദേഹം സത്യസന്ധമായ ഒരു ജീവിതം നയിച്ചത് കൊണ്ട് ഒരു കഷ്ടകാലം വന്നപ്പോൾ ആ മനുഷ്യനില്ലായിരുന്നിട്ടും തന്റെ സന്തതിക്ക് വേണ്ടി ദൈവാത്മാവ് ചലിച്ചു. देखो, वो चेला जो विश्वास योग्य जीवन जिया करते थे मगर उनकी मृत्यु के बाद भी उनके बच्चों को पकड़ने के लिए जब लोग आए, परमेश्वर ने उनके लिए एक चमत्कार को किया। ആ വീടിനകത്ത് ഭരണിയിൽ എണ്ണ പൊങ്ങി എണ്ണ വിറ്റവർ കടം വീട്ടി എന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. बाइबल हमें सिखाती है कि उनके घर में हालेलुया उन बर्तनों में हालेलुया तेल बढ़ता गया और उन्होंने उनको बेचकर अपना जीवन का कर्ज उतार दिया। ഇരു വ്യക്തികളുടെയും ജീവിതം നാം പഠിച്ചാൽ इन दोनों लोगों का जीवन जब हम देखते हैं, ഗേഹസിയുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് കുഷ്ഠം കയറിയപ്പോൾ गेहसी के बच्चों के शरीरों में जब कोढ़ की बीमारी आ गई, സത്യസന്ധമായ ദൈവത്തിന് ജീവിതം നയിച്ച യഹോവ ഭക്തനായിരിക്കുന്ന ശിഷ്യന്റെ മക്കളിലേക്ക് അനുഗ്രഹം വന്നു ചേരുകയായിരുന്നു. मगर यहोवा का भय मानते हुए जिए हुए उस अच्छे चेले के जीवन में और उनके बच्चों के जीवन में आशीष आते हुए हम देख सकते हैं। ഈ ദിവസങ്ങൾ നമുക്ക് ദൈവത്തോട് പറയാൻ കർത്താവേ, इन दिनों में हम परमेश्वर से बोले कि है परमेश्वर, ഒരു ലൈഫ് നയിപ്പാൻ കർത്താവ് എനിക്ക് കൃപ നൽകണം. एक अच्छा जीवन जीने के लिए प्रभु जी आप हमारी सहायता करें। അതിലൊരു വ്യക്തിയുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ यहाँ पर एक व्यक्ति के बच्चे जब आशीषित होते हैं, വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നു ജീവിച്ചവന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടു. मगर बाइबल हालेलुया हमें यही सिखाती है कि जिसने अच्छा जीवन जिया उनके संतान आशीषित हुए। ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ अगर आज मुझे सुनने वाले यदि कोई माता पिता है, നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട, ദൈവത്തെ സേവിച്ച് സത്യസന്ധമായി ജീവിച്ചാൽ നിങ്ങളുടെ മക്കൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകും. देखो आपको और कुछ करने की जरूरत नहीं है। यदि एक विश्वास योग्य एक अच्छा जीवन प्रभु की उपस्थिति में अगर आप जीते हैं तो आपके संतान प्रभु में आशीषित हो जाएंगे। അവര് നശിച്ചു പോകില്ല, वे लोग नाश नहीं होंगे, അവരുടെ ജീവിതം ഡൈവേഴ്സ് ആകില്ല, उनके जीवन में तलाक या डाइवोर्स नहीं आएगा, അവർ സമാധാനത്തോടെ ജീവിക്കും, वे लोग शांति के साथ जिएंगे, അവർക്ക് ദൈവിക നന്മകൾ ഉണ്ടാകും. उनके जीवन में परमेश्वर की भलाइयां होंगी। ഇവിടെ നാം കാണുമ്പോൾ यहाँ पर जब हम देखते हैं ദൈവഭക്തന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയായിരുന്നു. परमेश्वर के भक्त के जीवन को हालेलुया उनके जीवन में आशीषों को हम देख सकते हैं। ഈ ദിവസങ്ങൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. इन दिनों में हम परमेश्वर से प्रार्थना करें, കർത്താവ് ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടണം. परमेश्वर हमें आशीषित होना है, ദൈവം ഞങ്ങൾക്ക് നന്മ പ്രാപിക്കണം. परमेश्वर हमें भलाइयों को पाना है। നശിച്ചു പോകുന്ന കൂട്ടത്തിൽ ഞങ്ങളാകരുത് കർത്താവേ. नाश होने वाले लोगों के झुंड में हम ना रहने पाए। രണ്ട് വ്യക്തികളെ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തി, दो व्यक्तियों को मैंने परिचय कराया, അതിൽ പലരും നശിച്ചുപോയി, उसमें काफी लोग नाश हो गए हैं എന്നാൽ പലരും അനുഗ്രഹിക്കപ്പെട്ടു. मगर उनमें भी काफी लोग आशीषित हुए हैं। ഈ ദിവസങ്ങൾ ഹാബേലിനെ പോലെ നമുക്കാകാം. इन दिनों में हम हाबेल के जैसे हो जाएं। ഈ ദിവസങ്ങൾ ലേയെ പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാം. इन दिनों में हम लिया के जैसे प्रभु की उपस्थिति में खड़े रहें ഭക്തനായ പ്രവാചക ശിഷ്യനെ പോലെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടാം. और उस अच्छे भक्त भविष्यवक्ता के चेले के समान हम अपने आप को प्रभु के सम्मुख समर्पित करें। ഒരു ദൈവിക നന്മ നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടാൻ परमेश्वर की एक बड़ी आशीष और भलाई हमारे जीवन में आने पाए। കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. परमेश्वर आप सबों को बहुत आय से आशीषित करें। ആമേൻ, ആമേൻ. आमीन।